വളരെയധികം വെറുപ്പുകൾ നിറഞ്ഞ, അറപ്പുകൾ നിറഞ്ഞ, വിഷം വമിക്കുന്ന കമന്റുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എത്രമാത്രം വിഷങ്ങൾ റീചാർജ് ചെയ്ത് വേടനെതിരെ കമന്റ് ഇട്ടാലും, മുറവിളി കൂട്ടിയാലും, മെഴുകിയാലും വേടന്റെ പാട്ടുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വേടന്റെ രാഷ്ട്രീയത്തിൽ വേടൻ പറഞ്ഞ ആ ശക്തിയോട് എല്ലാ കാലവും കഥകിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് റാപ്പർ വേടൻ. റാപ്പർ വേടന്റെ പാട്ടുകളും പ്രോഗ്രാമുകളും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ ഇരികെ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. വേടന്റെ ഓരോ പരിപാടിക്കും പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചിലരെയൊക്കെ അസ്വസ്ഥമാക്കുന്നതുകൊണ്ട് അത് വേടന്റെ ഓരോ വീഡിയോയുടെ താഴെയുള്ള കമന്റുകൾ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. അസഹിഷ്ണുത നിറഞ്ഞ ഒരുപാട് കമന്റുകൾ. ആ മെഴുകലുകളൊക്കെ കാണുമ്പോൾ ചില സമയത്ത് സഹതാപം പോലും തോന്നിപ്പോകാറുണ്ട്. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ചില ആളുകൾ കമന്റ് എഴുതുന്നത്. വേടന്റെ ഹേറ്റേഴ്സിന്റെ കുരു പൊട്ടിക്കാനായിട്ട് ഇതാ വീണ്ടും വളരെ നാടകീയമായ ഒരു രംഗമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ പരിപാടിക്ക് അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് സർക്കാർ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ നടന്നത്. വേടന്റെ അമ്മയുടെ ഫോട്ടോയുമായിട്ട് ഒരു യുവതി സ്റ്റേജിലേക്ക് കയറി വരുന്നു. വേടന് ആ ഫോട്ടോ കൈമാറുന്നു. പിന്നീട് വികാരനിർഭരമായ ഒരുപാട് കാഴ്ചകൾക്ക് അവിടെ കൂടിയിരുന്ന ജനം സാക്ഷ്യം വഹിച്ചു. വേടന്റെ പരിപാടികളിലൊക്കെ വേടൻ തന്റെ അമ്മയെക്കുറിച്ച് പാട്ട് പാടാറുണ്ട്. എന്നെ പറ്റിയത് ഉരുക്ക് പോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്ന് തുരത്തി. അവൾ പറ്റിയത് പരുത്തിയല്ല, ഉരുക്ക് പോലൊരുത്തൻ. വേടൻ എപ്പോഴും ഈ ഒരു പാട്ട് തൻ്റെ അമ്മയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ഓരോ സദസ്സുകളിലും വേടൻ പാടാറുണ്ട്. അപ്പോൾ ആ വേടന് ലഭിച്ച ഏറ്റവും വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റാണിത്. ഇത്ര മൂല്യമുള്ള വസ്തുക്കൾ വേടന് സമ്മാനമായി ലഭിച്ചാലും ഇതിനും അപ്പുറം മനോഹരമായ മറ്റൊരു ഗിഫ്റ്റ് ഇനി വേടന് കിട്ടാനേ ഇല്ല. എത്ര മനോഹരമായ മുഹൂർത്തങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ആ യുവതി സ്റ്റേജിലേക്ക് കയറി വരുന്നു. വേടന് ചിത്രം കൈമാറുന്നു. അതിനുശേഷം അവർ പറയുന്നു, വേടൻ്റെ അമ്മ കുറച്ചു കാലം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവർ പോയതിനു ശേഷം അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചു. ഒടുവിൽ വേടൻ്റെ അച്ഛനാണ് പറഞ്ഞത് അവൻ്റെ അമ്മ മരിച്ചു പോയെന്ന്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അവൻ്റെ അമ്മ എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, എൻ്റെ മകൻ അത്യാവശ്യം പാട്ട് പാടുന്ന ഒരുത്തനാണ്. അവൻ നല്ല രീതിയിൽ പാട്ട് പാടി രക്ഷപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിന് ഉയർച്ച ഉണ്ടാകുമെന്ന്. പക്ഷെ വേടൻ വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ആ വളർച്ച കാണാൻ അവൻ്റെ അമ്മ ഇന്ന് ലോകത്തില്ല. ആ ഒരു വികാരനിർഭരമായ നിമിഷമാണ് ആയിരക്കണക്കിന് ജനങ്ങളവിടെ കണ്ടു നിന്നത്. ജാതി വ്യവസ്ഥയുടെയും വർഗീയ ചിന്തകളുടെ ഒക്കെ ഇടയിൽ മാനുഷിക മൂല്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ വന്നത്. ആ സ്ത്രീ അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന വേടൻ അമ്മയെക്കുറിച്ച് പറഞ്ഞത് അവർ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ്. വേണമെങ്കിൽ എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഹൊങ്ക് കാണിക്കായിരുന്നു. എൻ്റെ വീട്ടിലെ ജോലിക്കാരുടെ മകനാണെന്ന് കേരളം അറിയപ്പെടുന്ന ആളെന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. പക്ഷെ അവരുടെ സംസ്കാരത്തിൻ്റെ ക്വാളിറ്റിയാണ് അതവിടെ കാണിച്ചത്. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ആ ഒരു യുവതിക്ക് നിന്ന് നന്മകൾ നേർന്നുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നത്. ഇതുപോലെ നല്ല മനസ്സുള്ള ആളുകൾ നമ്മുടെ ഇടയിലുമൊക്കെ ഉണ്ട്. അതിനുത്തമ ഉദാഹരണമാണ് വേടന് അവൻ്റെ അമ്മയുടെ ഫോട്ടോ സമ്മാനിച്ച ആ യുവതി. വേടൻ രാഷ്ട്രീയം സകലരെയും സമഭാവനയോടെ കാണുന്ന അംബേദ്കറൈറ്റ് രാഷ്ട്രീയമാണ്. മറ്റൊരു രാഷ്ട്രീയത്തെ പറ്റിയും വേടൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ വേടൻ്റെ ഓരോ വീഡിയോകൾക്കും താഴെ വളരെയധികം വെറുപ്പുകൾ നിറഞ്ഞ, അറപ്പുകൾ നിറഞ്ഞ, വിഷം വമിക്കുന്ന കമന്റുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇനി എത്രമാത്രം വിഷങ്ങൾ റീചാർജ് ചെയ്ത് വേടനെതിരെ കമന്റ് ഇട്ടാലും, മുറവിളി കൂട്ടിയാലും, മെഴുകിയാലും വേടന്റെ പാട്ടുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വേടന്റെ രാഷ്ട്രീയത്തിൽ വേടൻ പറഞ്ഞ ആ ശക്തിയോട് എല്ലാ കാലവും കഥകിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വേടനായിട്ട് മാറുന്നതും ലോകം ശ്രദ്ധിക്കുന്നതും.